വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും ഇതാണ് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിരുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് റോൾ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ചിക്കൻ റോൾ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. വീഡിയോയിലേക്ക് പോകാം. ഇതാ ബ്രെഡ് ഇട്ടിട്ടുണ്ട്, പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചെടുക്കാം. ചിക്കൻ റോളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിക്കൻ പൊടിച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ പീസാണ്. ചിക്കൻ പീസ് മിക്സിയിൽ പൊടിച്ചെടുത്ത് ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി ഇട്ട് ചിക്കൻ വച്ച് ഉള്ളി വഴറ്റി ചിക്കൻ വച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ വഴറ്റിയെടുക്കാം. ഉള്ളി ഇഞ്ചി വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിയിടാം. എന്നിട്ട് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാം. വഴറ്റി വന്നിട്ടുണ്ട്. ഇനി പൊടികളിടാം. അതിന് ചിക്കൻ കൂടെ മിക്സ് ആകാം. അത് ഇനി പൊടിയിടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, കുരുമുളക് ഇത്രയാണ് മിക്സ് ചെയ്യാൻ പോകണം. ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ചിക്കൻ മിക്സ് ചെയ്യുക. ചിക്കൻ കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ കുറച്ചേ ഉണ്ടാകണമല്ലോ, അതുകൊണ്ട് അതനുസരിച്ചാണ് എല്ലാ അരിയും ഇട്ടുള്ളത്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അത് വേണം ചെയ്യാം. അതാ ഇതെല്ലാം കൂടെ ചിക്കനിൽ പിടിക്കണം. അത് ഒരു കുറച്ച് നേരം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാണ്. അപ്പോൾ കുറച്ച് ചൂട് തണുക്കാൻ വേണ്ടി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ബോൾസ് ആയിട്ട് ചിക്കൻ ബോൾസ് ആണ്. അപ്പോൾ നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടി എടുക്കാം. മുട്ട എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്കത് മുക്കി പൊരിക്കാം. ചിക്കൻ റോൾസ് ആണ്. അപ്പോഴും നമുക്ക് ഇത്രയേ ഉള്ളൂ. പെട്ടെന്നായി. ഇനി അത് തണുക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ. മുട്ടയും ഇതാ ഉടച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഇത് മിക്സ് ചെയ്യാം. അടുത്ത് കഴിഞ്ഞ് ബ്രെഡിൽ മുക്കി പൊരിക്കാം. ഇനി നമുക്കിത് ബോൾസ് ആയിട്ട് എടുക്കാം. ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. അത് ബോൾസ് ആക്കി കട്ടിക്ക് എടുക്കണം. കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ നമുക്കിത് മുട്ടയിൽ മുക്കി കുറച്ച് പൊടിഞ്ഞു പോണ പോലെ തോന്നും. പക്ഷെ നമ്മൾ അതിൽ നിന്നും കട്ടി കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് ഹോളാക്കി ഇതുപോലെ ബോളാക്കി എടുത്താൽ ഇതാ. അതിന് ഇത് ബ്രെഡ് ക്രാഷസിൽ മുക്കാം. ബ്രെഡ് പൊടിയിൽ മുക്കാം. ഇതാ നോക്ക് ഗൈസ്, എളുപ്പമാണ്. ഇതും സിമ്പിളാണ്. ഇതാ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ ബോൾസൊക്കെ ആക്കി കാണിച്ചു തരാം. ഇതാണ് സ്റ്റേജ്. കണ്ട, ഇത് നമ്മൾ ഇതിൻ്റോട്ടിട്ട് റൗണ്ടാക്കി എടുത്താൽ മതി. ഇതാ ഇതിലെടുക്കുമ്പോൾ നമുക്ക് ഇതാ കട്ടി കിട്ടും. കണ്ടോ, കണ്ട ഗൈസ്, ഇങ്ങനെയാണ്. കുറച്ച് പൊടിഞ്ഞാൽ നമ്മൾ ആ പൊടിയോടെ മുട്ടയിലിട്ടാൽ മതി. ഇതാ ഫില്ലായി, എല്ലാം ഫില്ലായി, ബ്രെഡ് ക്രസ്റ്റിലെല്ലാം ഫില്ലായി നമുക്ക് ഇതിനോട്ട് വയ്ക്കാം. അപ്പോൾ കട്ട് ചെയ്തു. ഇതിൽ ബ്രെഡിൻ്റെ പൊടിയിൽ വരുമ്പോൾ കട്ടി വരുക. ഇതാണ് ഗൈസ് ഫൈനൽ സ്റ്റേജ്. ഇനി പൊരിച്ചെടുക്കണ പാടേ ഉള്ളൂ. ഇതാണ് ഗൈസ്. എനിക്ക് എല്ലാം കറക്റ്റ് ചെയ്യുന്നത്. ബോൾസും കഴിഞ്ഞ് ചിക്കൻ്റെ കഴിഞ്ഞ് ഇതാണ്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ വലിയ പീസാണ് ആക്കിയത്. അപ്പോൾ നമുക്ക് 2 വെച്ചൊക്കെ തന്നെ മതി. കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ചിക്കൻ്റെ അളവ് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം പിന്നെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇനി പൊരിച്ചെടുക്കാം. ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇതാ ഇനി പൊരിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. ഇത്രയേ ഉള്ളൂ. വലിയ പാടെന്ന് പറയാൻ ഇതുമില്ല. അതുപോലെ ഇതാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് തീ കൂടുതലായതുകൊണ്ട് കുറച്ച് ഡാർക്കായി പോയതുകൊണ്ട് കരിഞ്ഞിട്ടില്ല. ഇതാ കട്ട്ലറ്റ് മോഡൽ ഇതാ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതാ ചിക്കൻ ബോൾസ് റെഡി, ബ്രെഡ് റോൾസ് റെഡി. നോക്ക് ഗൈസ്, എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടണത്. ഇങ്ങനെയാണ് കിട്ടണത്. ഞാൻ ചിക്കൻ റോൾസ് ഉണ്ടാക്കാന്ന് വെച്ചപ്പോഴാണ് കിട്ടണത്. എങ്ങനെയുണ്ട് ദിയ?
എന്തൊക്കെ ഉണ്ടായില്ല തിന്നിട്ട് പറ എന്തൊക്കെ കാണുമെന്ന്. ഡ്രസ് ചെയ്ത് പറ എന്തൊക്കെ പിന്നെ പിന്നെ കരി അതെന്ത് അത് ഫ്രൈ ആയി ബ്രെഡ് ശരി തന്നെ. വേറെ എന്തൊക്കെ കാണും ഇത് നോക്കിയിട്ട് പറ. ഇഷ്ടപ്പെട്ടോ ശരിക്കും? അങ്ങനെയല്ല ബ്രെഡ് ബോൾ റെഡി. ബ്രെഡ് റോളാണ് ഉദ്ദേശിച്ചത്, പക്ഷെ റോളായി വന്നില്ല. ബ്രെഡ് ഭയങ്കര സ്മൂത്ത്നെസ് ആയിരുന്നു, പൊടിഞ്ഞു പോയി. അതുകൊണ്ട് ബ്രെഡ് റോള് ചെയ്യാൻ പറ്റിയില്ല. നല്ല ബ്രെഡ് കിട്ടാനും ബ്രെഡ് റോളും ട്രൈ ചെയ്യും. പിന്നെ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ നമ്മൾ പൊരിച്ച് നേരത്തെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഉച്ചയ്ക്ക് പൊരിച്ച് വെച്ചു. അപ്പോൾ പിന്നെ പൊരിച്ച ചിക്കനാണ് മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് മിക്സിയിലിട്ട് ബ്രെഡും അടിച്ച് അങ്ങനെ കവർ ചെയ്യണ പോർഷൻ ഇത് ബ്രെഡിൻ്റെ പൊടിയാണ് കവർ ചെയ്യണം. പിന്നെ ഹോംലി ഫുഡൊക്കെ പ്രിഫർ ചെയ്യണവർക്ക് നല്ലൊരു ഓപ്ഷനാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഈ റെസിപ്പിയിൽ തന്നെ നമുക്ക് ആ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടി ആവശ്യത്തിന് ചെയ്താൽ മതി. ഇതേ റെസിപ്പി തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ പിള്ളേർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഫുഡ് ഐറ്റമാണ്. പിന്നെ ഹോംലി ഫുഡൊക്കെയാണ് ഈ കാലത്ത് ഏറ്റവും നല്ലത്. അപ്പം വീട്ടിൽ നിന്ന് ഇതുപോലെ ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പിള്ളേർ നല്ലോണം കഴിക്കുകയും ചെയ്യും. പിന്നെ ഇത് ആദ്യമൊക്കെ ആ ചിക്കൻ്റെ ആ ഒരു ഇത് പൊടിഞ്ഞു വന്നു. അപ്പോൾ നമ്മൾ അത് പൊടിഞ്ഞ് കട്ടി കിട്ടൂല, കാരണം വേറെ ഒന്നുമില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും മുട്ടയിലും കൂടെ ഇട്ട് റൗണ്ടാക്കി ബോളായിട്ട് എടുക്കുമ്പം പിന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് ബ്രെഡിൻ്റെ പൊടി കൂടെ ഇട്ടുമ്പോൾ നല്ല കട്ടിക്ക് ഉണ്ടായിട്ട് വരും. ആദ്യമൊന്നും എനിക്കത് കുറച്ച് ഇതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നും ചെയ്യണ്ട, അടുത്ത് മുട്ടയിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ബോളാക്കി ഇട്ടിട്ട് അടുത്ത് ബ്രെഡിലും കൂടെ ഇടുമ്പോൾ നമുക്ക് നല്ല ബോൾ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പം ഇതുപോലെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാച്ചാ.